ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. അവനൊരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്നവനോട് അപേക്ഷിച്ചു. കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ ചെന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് കെഞ്ചി അപേക്ഷിച്ചു പറഞ്ഞു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. യേശു തൊട്ടു, ഉടനെ അവൻ സൗഖ്യമായി. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം യേശുവിൻ്റെ സ്നേഹസ്പർശങ്ങൾ. ഹല്ലേലൂയ. യേശുവിൻ്റെ ദയാമയമായിരിക്കുന്ന സ്പർശം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം തലോടലുകൾ. ദൈവമക്കളെ, ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു തത്വം കേട്ടുകൊണ്ടിരിക്കുകയല്ല. ഞാൻ ഈ വചനം പറയുമ്പോൾ എൻ്റെ യേശു പാവപ്പെട്ട അടിയെന്നൊരു യാഥാർത്ഥ്യമാണ്, സജീവമായ ഒരു സത്യമാണ്. ഈ കാലത്ത് എൻ്റെ ജീവിതത്തിൽ ഉള്ളം ത്രസിക്കുന്ന ഒരു വാക്യം മുഴങ്ങാറുണ്ട്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ഹീസ് വെരി സെയിം അൺചേഞ്ചിങ് ജീസസ്. മാറ്റമില്ലാത്തവനാണ്. അവൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് എന്തെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും രോഗസൗഖ്യവും നൽകിക്കൊണ്ട് സഞ്ചരിച്ചോ, അതേ കർത്താവ് അതേ രൂപത്തിലും ഛായയിലും ശക്തിയിലും നമ്മുടെ മധ്യത്തിൽ ഇന്ന് സജീവനായി വ്യക്തമായി പ്രവർത്തിക്കുന്നു. ക്രിസ്തുവിന് തൻ്റെ പ്രകൃതി ത്യജിപ്പാൻ സാധ്യമല്ല. ആ യേശു നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. സൗഖ്യദായകനായ യേശു സൗഖ്യദായകമായ കരവുമായി നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അവൻ തൊട്ടവർക്കും സൗഖ്യമായി. ഇന്ന് ചിലർ യേശു തൊടും ദിവസമായി മാറണം. നിങ്ങളെല്ലാവരും ഒന്ന് ഉണർന്ന് പ്രാർത്ഥനയോടെ ഇരുന്ന് ഹല്ലേലൂയ. കേൾക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഏതെല്ലാം രംഗത്ത് ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും എല്ലാം മറന്ന് യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കാണുന്നുണ്ട്, യേശുവിൻ്റെ രോഗം അറിയുന്നുണ്ട്, യേശുവിൻ്റെ മാനസികമായ വൈഷമ്യങ്ങൾ അറിയുന്നുണ്ട്, യേശു എൻ്റെ സാമ്പത്തികമായ ഞെരുക്കം അറിയുന്നുണ്ട്. യേശു ദൈവത്തിന് സ്തോത്രം ഉറക്കമില്ലാതെ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും നേരം വെളുപ്പിക്കുന്നത് അറിയുന്നുണ്ട്. യേശു എൻ്റെ ബന്ധനങ്ങളും ബന്ധപ്പാടുകളും എല്ലാം അറിയുന്നുണ്ട്. ആ യേശു ഇന്ന് അതിന് പരിഹാരം തരാൻ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അന്നെന്ന പോലെ ഇന്നും വന്നിട്ടുണ്ട്. ഇവിടെ ആരാണ് വന്നത്? മാസകലം കുഷ്ഠം ബാധിച്ച ഒരു വ്യക്തി. വേദപുസ്തകത്തിൽ പലപ്പോഴും കുഷ്ഠത്തെ പാപത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. പാപകുഷ്ഠം. ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തിയുടെ മുടി മുതൽ അടിവരെയും കുഷ്ഠം മുഴുവനായിട്ട് ബാധിക്കണമെങ്കിൽ വർഷങ്ങളോളം വർഷങ്ങളെടുക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും അകവും പുറവും കുഷ്ഠം വല്ലതും ബാധിച്ചിട്ടുണ്ടോ? അശുദ്ധി വല്ലതും ബാധിച്ചിട്ടുണ്ടോ? പാപം വല്ലതും തൊട്ടിട്ടുണ്ടോ? യെശയ്യാപ്രവാചകൻ എന്താണ് പറയുന്നത്? 1-ാം അധ്യായം എടുത്ത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം. ഒരു പാപിയുടെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ ആർക്കും മനസ്സിലാകാൻ തക്കവണ്ണം വരച്ച് കാണിക്കുകയാണ്, മറമാറ്റി കാണിക്കുകയാണ്. ഇത് വേറെ ആരുടെയും കാര്യമല്ല, എൻ്റെ കാര്യമാണ് പറയുന്നത് എന്നുള്ള ബോധ്യത്തോടെ നിങ്ങളെ ഒന്ന് കേട്ടേ. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. പാപത്തിന്റെ വിശദീകരണം നമുക്ക് തുടർന്ന് കേൾക്കാം. ഇനി നിങ്ങളെ അടിച്ചിട്ടെന്ത്? നിങ്ങൾ അധികമധികം പിന്മാറുകയുള്ളൂ. തല മുഴുവൻ ദീനം, ചിന്താമണ്ഡലം മുഴുവൻ അശുദ്ധമാണ്.
കാമവികാരങ്ങൾ കൊണ്ട് മലീമസമായിരിക്കുന്നതായ ചിന്തകൾ, സ്വപ്നങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ചിന്താമണ്ഡലം, ബുദ്ധി മുഴുവൻ മലീമസമാണ്. വായിക്കാം. ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. ആളത്വത്തിന് കേന്ദ്രമായിരിക്കുന്ന ഹൃദയത്തിൽ മുഴുവൻ രോഗമാണ്, പാപമാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവമക്കളെ ഇരുട്ടാണ്. എന്തെല്ലാമാണ് കടന്നുകൂടിയിരിക്കുന്നത്, ആരെല്ലാം വെച്ച് പൂജിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഏതെല്ലാം തരത്തിലുള്ള പൈശാചികമായ പ്രവർത്തനങ്ങൾ, ചിന്തകൾ, ആലോചനകൾ അകത്ത് കുടികൊള്ളുന്നുണ്ട്. വായിക്കാം. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. അടിതൊട്ട് മുടിവരെ, കാലിന്റെ നടപ്പ് മുതൽ ദൈവത്തിന് സ്തോത്രം തലവരെയും യാതൊരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. മുഴുവൻ പഴുത്ത വ്രണം പിടിച്ച് ചീഞ്ഞു നാറി ദുർഗന്ധം വമിക്കുന്നതായ സ്ഥിതിവിശേഷത്തിലാണ്. അവയെ ഞെക്കി കഴുകിയിട്ടില്ല ഇതുവരെയും. ദൈവത്തിന് സ്തോത്രം, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം കിട്ടിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ തലോടൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ ദേശം ശൂന്യമായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നന്ദിയോടെ സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഈ അവസ്ഥ നിങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? കുഷ്ഠരോഗി യഥാർത്ഥമായും തിരിച്ചറിഞ്ഞു. അയ്യോ, അശുദ്ധൻ 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 എന്ന് വിളിച്ചുകൊണ്ട് ലജ്ജ കൂടാതെ അവന് പുറത്തു വരുവാൻ അനുവാദമില്ല എങ്കിലും ആവശ്യക്കാരനായി സൗഖ്യം ഒഴുക്കിത്തരുന്ന കർത്താവായി യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു ചെന്നു. ദൈവമക്കളെ, ഇതൊരു തത്വമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. പാപമുണ്ട് എന്ന്, പാപകുഷ്ഠമുണ്ട്, എൻ്റെ ജീവിതം ദുർഗന്ധം വമിക്കുന്നതാണ്, ഞാൻ മലീമസമായിരിക്കുന്ന ആളത്വത്തിൻ്റെ ഉടമയാണ്, ഞാൻ കൊടും പാപിയാണ്, ഹല്ലേലൂയ ഹല്ലേലൂയ, എൻ്റെ ചിന്താമണ്ഡലം മുഴുവൻ ലജ്ജാകരമായിരിക്കുന്ന അശുദ്ധി നിറഞ്ഞതാണ്, എൻ്റെ ഹൃദയം വൈരാഗ്യം കൊണ്ടും കയ്പ് കൊണ്ടും പക കൊണ്ടും മറ്റു ചില ബിംബങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ്. ആരെല്ലാം ഇത് അംഗീകരിച്ചുകൊണ്ട് എൻ്റെ ആളത്വത്തിൻ്റെ ദുർഗന്ധം ഭയാനകമാണ്, ഞാനെന്ന് പറയുന്ന വ്യക്തി പാപമയമാണെന്ന ബോധ്യത്തോട് സൗഖ്യം ഒഴുക്കി തരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് ആ കുഷ്ഠരോഗി വന്നതുപോലെ നിനക്ക് മാത്രമേ എന്നെ സൗഖ്യമാക്കാൻ കഴിയുള്ളൂ എന്ന് അംഗീകരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ഏറ്റുപറയാനായിട്ട് നിങ്ങൾക്കൊന്ന് അടുത്തു വരാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ഹൃദയം തകർന്ന് നുറുങ്ങി ശുദ്ധീകരണത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് സൗഖ്യദായകനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നോക്കണമെൻ ദുരിതം നാഥ, പലതര ദോഷം ഞാൻ ചെയ്തു, കോപിച്ചു, ചരണം എനിക്കില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. പാമ്പെന്നെ ചുറ്റി വളഞ്ഞിരിക്കുകയാണ്. അയ്യോ, ഞാൻ കൊടിയ ബന്ധനത്തിലാണ്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, വെറുക്കുന്ന തിന്മയത്രേ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ പോയാൽ നിത്യ നരകത്തിലേക്ക് പോവുകയുള്ളൂ. വേദനയോടെ അരുമനാഥന്റെ അടുക്കലേക്കൊന്ന് കടന്നു വരാമോ? ഞാനും വരികയാണ്. എൻ്റെ യേശു കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അരുമനാഥൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട് മകളെ, എനിക്ക് മനസ്സുണ്ട് മകനെ, എനിക്ക് മനസ്സുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാപം മാറ്റാൻ എനിക്ക് മനസ്സുണ്ട്, രോഗസൗഖ്യം തരാൻ എനിക്ക് മനസ്സുണ്ട്, ഭ്രാന്ത് മാറ്റാൻ എനിക്ക് മനസ്സുണ്ട്, മുടന്ത് മാറ്റാൻ എനിക്ക് മനസ്സുണ്ട്, ക്യാൻസർ മാറ്റാൻ എനിക്ക് മനസ്സുണ്ട്, നിന്റെ വേദന ഒപ്പിയെടുക്കാൻ എനിക്ക് മനസ്സുണ്ട്. അരുമനാഥൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്. ഭയത്തോടും വിറയിലോടും കൂടി ഇരിക്കുക. അരുമനാഥൻ വന്നു. ആരും ഇതുവരെയും തൊട്ടിട്ടില്ലാത്ത, തൊടാൻ അറയ്ക്കുന്ന, വെറുക്കുന്ന എ പേഴ്സൺ ഹൂ ഈസ് ടോട്ടലി അൺടച്ചബിൾ. ദൈവത്തിന് സ്തോത്രം. ആരും പെറ്റതള്ള പോലും, സ്വന്തം ഭാര്യ പോലും, മക്കൾ പോലും അകറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുന്ന ഈ കുഷ്ഠരോഗിയെ പരിശുദ്ധനായ തേജമാനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പരിശുദ്ധമായ കരം തൊട്ടു. ഉടനെ അവൻ സൗഖ്യമായി. ഹല്ലേലൂയ. നിങ്ങളോട് എഴുന്നേൽക്കുന്നതിന് മുൻപ് യേശു വന്നിട്ടുണ്ട്. സൗഖ്യം പ്രാപിച്ച് എഴുന്നേൽക്കാവുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇനി ഇവിടുന്ന് കുഷ്ഠം മാറാതെ ആരെങ്കിലും എഴുന്നേൽക്കേണ്ട കാര്യമുണ്ടോ? ഗിലെയാദിൽ വൈദ്യനില്ലേ? ഗിലെയാദിൽ തൈല്യമില്ലേ? നമ്മളുടെ മധ്യത്തിൽ യേശുവില്ലേ? അവന് സൗഖ്യമാക്കുന്ന കരമില്ലേ? അവൻ കാണുന്ന രണ്ട് കണ്ണുള്ളവനല്ലേ? ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവം പ്രവർത്തിക്കട്ടെ. സൗഖ്യം ആത്മശരീര മനസ്സുകൾക്ക് ലഭിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെട്ട്. ഒന്ന്, ശുദ്ധമാക്കുന്ന സ്പർശം ദൈവത്തിന്. ലൂക്കോസ് 13 വായിച്ച്. ഒരു ശബ്ബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ദൈവാലയമാണ് രംഗം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. 18 നീണ്ട സംവത്സരമായി നിവർന്ന് നടക്കാതെ കൂന് ബാധിച്ച പാവപ്പെട്ട ഒരു പാപിനിയായ സ്ത്രീ ദൈവാലയത്തിലേക്ക് ഒന്ന് വായിച്ചു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവളുടെ മേൽ കൈവച്ചു.
എന്ത് നല്ല യേശു! ആ യേശു നമ്മുടെ മധ്യത്തിൽ തേജസ്സോടെ വന്ന് നിൽക്കുന്നുണ്ട്. ഉടനെ എന്ത് സംഭവിച്ചു? അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൾ ക്ഷണത്തിൽ നിവർന്നു. കുഷ്ഠം അതേ സമയത്ത് മാറി. ഇവിടെ യേശു കൈവച്ചു, ഉടനെ അവൾ നിവർന്നു. ദൈവത്തിന് സ്തോത്രം. അവൾ ആവശ്യക്കാരിയാണ്. ദൈവമക്കളുടെ ഒരു സത്യം നിങ്ങളോട് പറയട്ടെ. കൂനി 18 വർഷമായി കൂനി നടക്കുന്ന ഒരു സ്ത്രീ. നമ്മളാണ് ഈ പള്ളി പോവോ? അത്രമാത്രം സുഖമില്ല എങ്കിൽ, നിവൃത്തിയില്ല എങ്കിൽ തല കുമ്പിട്ട് കീപ്പോട്ട് നോക്കി, ദൈവത്തിന് സ്തോത്രം, അത്രമാത്രം പാരവശ്യത്തിലുള്ളതായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ കൂട്ടായ്മയ്ക്ക് വരുമോ? കൂട്ടായ്മ മുടക്കുന്നവർ ശ്രദ്ധിക്കണം. യേശു കടന്നു വരുന്ന കൂട്ടായ്മയല്ലേ? യേശു പ്രവർത്തിക്കുന്ന കൂട്ടായ്മയല്ലേ? ഇത് യേശുവിൻ്റെ സ്വന്തം കൂട്ടായ്മയല്ലേ? ഞങ്ങളൊക്കെ ആര്? ഈ തൊട്ട് സൗഖ്യം ലഭിച്ചതുകൊണ്ടാണ് ഇവിടെ നിൽക്കാൻ കാരണം, തത്വം പറയാനല്ല. ഹല്ലേലൂയ. എൻ്റെ യേശു തൊടാത്ത ഒരവയവവും എനിക്കില്ല. ആന്തരികവും ബാഹ്യമായ ഒരവയവവും അടിയനില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ്റെ തലോടലിൻ്റെ സ്നേഹസ്പർശത്തിൻ്റെ സുഖം അനുഭവിച്ചുകൊണ്ടാണ് ഈ വാർദ്ധക്യത്തിലേക്ക് വന്നിരിക്കുന്ന പാവപ്പെട്ട അടിയൻ ഈ നിർമ്മല സുവിശേഷം നിങ്ങളോട് അനുഭവത്തോടെ സാക്ഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. 18 സംവത്സരം കൂനിയായിരിക്കുന്ന സ്ത്രീ യേശു സ്പർശിച്ചു, അവൾ നിവർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ബന്ധനം ഒഴിഞ്ഞു. പാപത്തിൻ്റെ ബന്ധനം, രോഗത്തിൻ്റെ ബന്ധനം, ശാപത്തിൻ്റെ ബന്ധനം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. യേശു കണ്ടു. അതൊരു വലിയ ശക്തിയുള്ളൊരു വാക്കാണ്. ഇങ്ങനെ കൂനി വന്നിരിക്കുന്ന ഒരു സ്ത്രീയെ യേശു കണ്ടു. ദൈവമക്കളെ, ഇന്ന് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ യേശു കാണുന്നില്ലേ? സഹോദരി, നീ ചില വേദന വിഷയങ്ങളും ചില രഹസ്യ ദുഃഖങ്ങളുമായി ഇവിടെ വന്നിരിക്കുന്നത് യേശു കാണുന്നില്ലേ? സഹോദര, നീ കടബാധ്യതയിൽ വലഞ്ഞ് വിഷമിച്ച് ഉലഞ്ഞ് എന്തു ചെയ്യേണ്ടെന്ന് വിചാരിച്ച് തേങ്ങുന്ന ഹൃദയമായി ഇവിടെ വന്നിരിക്കുന്ന യേശു കാണുന്നില്ലേ? യേശു ഉള്ള സ്ഥലത്തേക്ക് ആ മകളെ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇവിടെ കൂനി നടക്കുകയാണ്, കീപ്പോട്ട് കുമ്പിട്ട് നടക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ നിങ്ങളൊരു കാര്യം വിനയത്തോട് ചോദിക്കട്ടെ. ഒന്ന് നിവർന്ന് നടന്നിട്ട് സഹോദരി എത്ര നാളായി? ഒന്ന് തലപൊക്കി നടന്നിട്ട് എത്ര നാളായി? ദൈവത്തിന് സ്തോത്രം. തോറ്റു തുന്നമ്പാടിയ രംഗത്ത് കർത്താവായി യേശുക്രിസ്തു ജയം തന്നതായ സന്തോഷത്തിൻ്റെ നിറവിൽ ഒന്ന് ജയാളിയായി ഉയർന്ന് സ്തുതിച്ചുകൊണ്ട് നടന്നിട്ട് എത്ര നാളായി? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഒന്ന് ചൊവ്വേരെ നടക്കണമെന്ന് നിനക്കില്ലേ? മറ്റുള്ള പലരും നിവർന്ന് നടക്കുന്നത് കാണുമ്പോൾ ഒരു കൊതി നിനക്കില്ലേ? എത്ര നോക്കിയാലും നടക്കുന്നില്ല, തലപൊക്കാൻ സാധിക്കുന്നില്ല. ഈ ഭൂമിയിലേക്ക്, ഈ മണ്ണിലേക്ക്, ഈ പണത്തിലേക്ക്, ഈ ദ്രവ്യത്തിലേക്ക്. ദൈവത്തിന് സ്തോത്രം. ഈ നാശക്കുഴിയിലേക്ക് നോക്കിയുള്ള നടപ്പ് ഒന്നും നിർത്താറായില്ലേ? എത്രയോ കാലങ്ങൾ അവൾ പള്ളിയിൽ പോയി. ആ പോയതുപോലെ തന്നെ കൂനിയല്ലേ തിരികെ വരുന്നത്. ഇനി അടുത്ത ഞായറാഴ്ച അങ്ങനെ പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? യേശുള്ള സ്ഥലത്തല്ലേ വന്നിരിക്കുന്നത്? ഹല്ലേലൂയ. യേശുവിനെ കാണുന്നുള്ളതായി ബോധ്യമുണ്ടോ? ഒന്ന് ദാഹത്തോടെ വേദനയോടെ തലയൊന്ന് പൊക്കി യേശുവിൻ്റെ ആർദ്രതയ്ക്ക് വേണ്ടി അവൻ്റെ മുഖത്തേക്ക് നിങ്ങളൊന്ന് താല്പര്യത്തോടെ നോക്കിക്കേ. യേശു കാണുന്നു. യേശുവിൻ്റെ കരം ചലിക്കുന്നു. യേശുവിൻ്റെ കൈ തൊടുന്നു. ക്ഷണത്തിൽ അവളുടെ ബന്ധനം അഴിഞ്ഞു, കൂനി നിവർന്നു. ദൈവമക്കളെ, ഈ ഒരു സ്വർഗീയ അനുഭവം നിങ്ങൾക്കിന്ന് വേണ്ടേ? ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെട്ടെ. ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താണ് ചിന്തിച്ചത്? കുഷ്ഠം മാറ്റുന്ന സ്പർശം, ബന്ധനമഴിക്കുന്ന സ്പർശം. രോഗബന്ധനങ്ങൾ അഴിയണം, പാപബന്ധനങ്ങൾ അഴിയണം. ഒന്ന് നിവർന്ന് നടക്കണം, ദൈവത്തെ സ്തുതിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ഈ കാലുകൾ ശക്തിയോടെ ഒന്ന് ഓടണം. നിങ്ങൾക്ക് തീരുമാനമുണ്ടോ? ദൈവം നിങ്ങളെ തൊടും. മൂന്നാമത്തെ കാര്യം എന്താണ്? മത്തായി 9 എടുത്ത്, മത്തായി 9:27 മുതൽ 29 വരെ. യേശുവോട് നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് കെഞ്ചി അപേക്ഷിച്ചു വിളിച്ചു പറഞ്ഞു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞു. എൻ്റെ കണ്ണ് തുറക്കാൻ നിനക്ക് കഴിയും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ?
ചോദിച്ചു. കഴിയുമെന്ന് വിശ്വാസത്തോടെ വ്യക്തമായി അവർ ഏറ്റു പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. യേശു അവരുടെ കുരുട്ട് കണ്ണ് തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. എവിടെയും ഉടനെയാണ്. യേശു തൊട്ടോ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത്ഭുതകരമായ സൗഖ്യവും കാഴ്ചയും ജീവനും പാവമോനും ഒഴി വരികയാണ്. ഗുരുടന്മാരാണ്, ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നടക്കുന്നവരാണ്. അവരൊന്നും കണ്ടിട്ടില്ല. വെളിച്ചത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് വെളിച്ചം? പൂവിൻ്റെ ഭംഗിയെക്കുറിച്ച് വർണ്ണനകൾ കേട്ടിട്ടുണ്ട്. എന്താണ് പൂവിൻ്റെ സൗന്ദര്യം? പെറ്റ തള്ള ആരാണ്? ജന്മം തന്ന പിതാവ് ആരാണ്? എൻ്റെ വീട് ഏതാണ്? എന്ത് രംഗമാ ദൈവമക്കളെ! എന്തൊരു ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നടക്കുന്ന ഹതഭാഗ്യരാണെന്ന് തോന്നിപ്പോയില്ലേ നമുക്ക്? യേശു മാത്രം ആശ്രയം. വേറെ എവിടെ പോകും? കുരുടന്മാർ കാഴ്ച ലഭിച്ചതായി അവിടെ ചരിത്രമില്ല. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ടുണ്ടോ? യേശുവേ, നിന്റെ രൂപമേ, എൻ്റെ കണ്ണുകൾക്ക് എത്ര സൗന്ദര്യം എന്ന് പാടാനുള്ള കൃപ ലഭിച്ചിട്ടുണ്ടോ? നന്ദിയോടെ സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, പാവപ്പെട്ട അടിയൻ്റെ അനുഭവത്തിലും ചോദിക്കട്ടെ. തുറക്കപ്പെട്ട തിരുവിലാവിൽ ഒഴുകി വരുന്ന ജീവൻ്റെ ഉറവ നിങ്ങൾ കണ്ണു തുറന്ന് കണ്ടിട്ടുണ്ടോ? തൂക്കപ്പെട്ടു മരത്തിൽ വിലാവ് തുറന്ന ചവളം രക്തം വെള്ളമെഴുന്നൊരുമിച്ചായ കണ്ടു എന്നാണ് പിതാക്കന്മാർ പാടിയത്. ആ കാഴ്ച നിങ്ങൾക്ക് യാഥാർത്ഥ്യമാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ വേറെ ഒന്നും അധ്വാനിക്കുന്നില്ലല്ലോ. ധന്യനായിരിക്കുന്ന പൗലോസ്ലീഹായെ പോലെ കർത്താവായി യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കൺമുമ്പിൽ വരച്ചു കാണിച്ചു തരികയല്ലേ ഉള്ളൂ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെയും മറ്റേതെല്ലാം രംഗങ്ങളിരുന്ന് കേൾക്കുന്നു അവരോടെല്ലാം വളരെ വ്യക്തമായി പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ കുന്തത്താൽ തുറക്കപ്പെട്ട തിരുവിലാവ് പൊട്ടി ഒഴുകുന്ന തങ്കച്ചോരയുടെ ഉറവിലേക്ക് ഈ വിരൽ ചൂണ്ടുകയാണ്. ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തേക്കും ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാനായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ ഒരിടത്തുനിന്ന് രക്ഷ ഒഴുകി വരുന്നില്ല. വേറെ ഒരിടത്തുനിന്ന് പാപമോചനം ഒഴുകി വരുന്നില്ല. വേറെ ഒരു സ്ഥലവും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തുറന്നിട്ടില്ല. നന്ദിയോടെ സ്തോത്രം. വേറെ അനുഗ്രഹത്തിൻ്റെ ഉറവിടമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കാണാൻ ഇതുവരെയും കണ്ണ് തുറന്നു കിട്ടാത്ത കുരുടന്മാർ വലിയൊരു കൂട്ടം ആളുകൾ നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് വേദനയോടെ പറയുന്നു. ക്ഷമിക്കണം. ഹല്ലേലൂയ. ഇന്ന് കണ്ണ് തുറക്കുന്ന ദിവസമാണ്. കാരണം യേശു വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം അംഗീകരിച്ചാൽ മതി. നന്ദിയോടെ സ്തോത്രം. യേശുവിന് മാത്രമേ എൻ്റെ കണ്ണിന് സൗഖ്യം തരാൻ കഴിവുണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ ഏറ്റുപറയുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ നിന്ന് ഒഴുകി വരുന്ന തങ്കച്ചോരയുടെ ഒരു ചെറിയ തുള്ളി ഇരുളായി പോയിരിക്കുന്ന ഹൃദയത്തിൽ പതിക്കട്ടെ. ആന്തരികമായ നയനങ്ങൾ തുറക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹൃദയം തുറന്ന് യേശുവിനെ കാണട്ടെ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. കുരുടൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ കാണുന്നു. ആരെ കാണുന്നു? യേശുവിനെ കാണുന്നു. അവൻ ആരാണ്? എൻ്റെ കണ്ണ് തുറന്നു തന്നവനാണ്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കണ്ണ് തുറന്നു. അടിസ്ഥാനം ഏതെന്നറിയാമോ? വിശ്വാസം. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുരുടായി പോയിരിക്കുന്ന ആന്തരികമായ നയനങ്ങൾ തുറന്ന്, അല്ല ബാഹ്യനേത്രങ്ങൾ പോലും തുറന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ണിറയെ കണ്ട് അവൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കൃപ തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ നിന്ന് കഴിയുമെന്ന് ഏറ്റു പറയുന്നുണ്ടോ? നന്ദിയോടെ സ്തോത്രം. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അത്ഭുതം നടക്കണം. ഇന്ന് വന്ന അതേ കുരുട്ടണ്ണായ ഒരു വ്യക്തിയും തിരികെ പോകാൻ ഇറങ്ങി വരരുത്. ഭർത്തിമായെ പോലെ സൗഖ്യം പ്രാപിച്ചുകൊണ്ടാണ് നിങ്ങൾ പോകാനായിട്ട്. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കും. അപ്പോൾ പിന്നെ അവൻ്റെ മുഖത്ത് നിന്ന് കണ്ണു പറിക്കാൻ തോന്നുകയില്ല. അനേകരെ നിങ്ങൾ അവൻ്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ട് വരും. ദൈവനാമം മഹത്വപ്പെട്ട്. മർക്കോസ് സുവിശേഷം എടുത്ത് മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 13 വാക്യങ്ങൾ. 10-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങൾ. അവൻ തൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരും അവരെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞ് അവരോട്,
ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ. അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. അയച്ചു. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാൾ മുതൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരെ അണച്ച് അവരുടെ മേൽ കൈവച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ശിശുക്കളുടെ മേൽ യേശു കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ, ഞാൻ വളരെ ആഗ്രഹത്തോടെ നിങ്ങളോട് പറയട്ടെ, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം കുട്ടികളുടെ മാനസാന്തരമാണ്. ഇന്ന് യുവതലമുറ നാശത്തിലേക്ക് കുത്തനെ പോയി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അഴിഞ്ഞാടുന്നായ ഒരു ജീവിതം ശിശുപ്രായം മുതൽ. അതിൻ്റെ പ്രധാന കാരണം കുടുംബാന്തരീക്ഷം ദൈവികമല്ല. പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിലും പ്രാർത്ഥനയുടെ ശീലത്തിലുമല്ല കുഞ്ഞുങ്ങൾ വളരുന്നതും വളർത്തുന്നതും. മാതാപിതാക്കന്മാർ മാതൃകപരമായ ജീവിതമല്ല നയിക്കുന്നത്. നമ്മളുടെ കൂട്ടായ്മ നിലനിൽക്കണമെങ്കിൽ, സഭ നിലനിൽക്കണമെങ്കിൽ, സമൂഹം സമാധാനത്തോടെ മുന്നേറണമെങ്കിൽ ഇന്നുള്ളതായ കുട്ടികൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി മാറണം. അതിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് മാതാപിതാക്കന്മാർ കൊണ്ടുവരണം. അന്നത്തെ മാതാപിതാക്കന്മാർക്ക് ആ സുബോധമുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുമായി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. അന്നത്തെ ശിഷ്യന്മാരെ പോലെ ഇന്നത്തെ സഭാ നേതാക്കന്മാർക്കും ആത്മീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്കും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല. അവർ തടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കർത്താവായ യേശുക്രിസ്തു കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. യേശു അണച്ചു. യേശുവിന് അറിയാം അതിൻ്റെ പ്രാധാന്യം എന്താണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രാർത്ഥനാലയങ്ങളും ദൈവാലയങ്ങളും നാളത്തേതായ ഡാൻസ് ക്ലബ്ബുകളും നൈറ്റ് ക്ലബ്ബുകളും സിനിമാശാലകളുമായി മാറാതിരിക്കണമോ? കുഞ്ഞുങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാതയിലൂടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. മാതാപിതാക്കന്മാരെയും ദൈവത്തെയും അനുസരിക്കുകയും ബഹുമാനിക്കുകയും പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരാക്കി അവരെ മാറ്റണം. നന്ദിയോടെ സ്തോത്രം. നടക്കേണ്ടുന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കണം. അതാണ് വിദ്യാഭ്യാസം. മുലയൂട്ടുന്ന കാലം മുതൽ കുഞ്ഞുങ്ങളെ മടിയിൽ വെച്ച് മാതാപിതാക്കന്മാര് യേശുവപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. നന്ദിയോടെ സ്തോത്രം. അവരെ പ്രാർത്ഥിക്കാനും സ്തുതിക്കാനും ആരാധിക്കാനും പഠിപ്പിക്കണം. വചനം അവർക്ക് മനഃപ്പാഠം പഠിക്കാൻ തക്കവണ്ണം പറഞ്ഞു കൊടുത്ത് പരിശീലിപ്പിക്കണം. ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാറാകട്ടെ. ദൈവമക്കളെ, യേശുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ വരണം. അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാം നിങ്ങൾ വളരെ സജീവ ശ്രദ്ധ ചെലുത്തുന്നവരാണ്. വലിയ താല്പര്യമുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ. അവരെല്ലാവരും വളർന്ന് ഉന്നതരായി തീരണമെന്നൊരു ആഗ്രഹമുണ്ടെന്ന് നല്ലത് തന്നെ. എന്നാൽ ദൈവമക്കളെ, ദൈവവിഷയമായി അവർ സമ്പന്നരായി തീരണം, ഉയരണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിൻ്റെ വചനപ്രകാരമുള്ള മക്കളായി തീരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രാർത്ഥന ശീലമുള്ളവരായി തീരണമെന്ന് ആഗ്രഹമുണ്ടോ? ചുരുക്കത്തിൽ നിങ്ങളോട് പറയട്ടെ, എൻ്റെ മകൻ, എൻ്റെ മകൾ ഒരു വിശുദ്ധനായി വളർന്നു വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ കെടുതി വലുതാണ്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം, കർത്താവിന് സ്തോത്രം. കുഞ്ഞുങ്ങളെ, ഇപ്പോൾ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം പോരേണ്ട ആണിപ്പെടുത്തുന്ന കരം തൊട്ട് അനുഗ്രഹിക്കട്ടെ, വാഴ്ത്തട്ടെ. അവരെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ ജനമായി വളർത്തട്ടെ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് നയീലിലെ വിധവയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നയീലിലെ വിധവ, അവൾ വിധവയാണ്. ദൈവത്തിന് സ്തോത്രം. ഭർത്താവ് മരിച്ചു, പക്ഷേ ഒരു മകനെ തന്നിട്ടാണ് പോയത്. ഒരു മകൻ ഇപ്പോൾ കൂടിയുണ്ട്. ആ മകനെ സ്നേഹവാത്സല്യത്തോടെ വളർത്തിക്കൊണ്ടുവന്നു. പറയാൻ എനിക്ക് വേദനയുണ്ട്. ആ മകനും ഇപ്പോൾ ശവമഞ്ചത്തിലാണ്. മരിച്ചു, ശവമഞ്ചത്തിൽ കിടത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ കല്ലറയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു വിലാപയാത്രയാണ്. പ്രാഞ്ചി ആ തള്ള ആ ശവമഞ്ചത്തിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് എത്തി നോക്കിക്കൊണ്ട് മുന്നോട്ട് വേച്ചും വീണും പോകുന്നുണ്ട്. ഇതിനു മുമ്പ് ഇതേ വഴിക്കോടെ
ഒരു ശവമഞ്ചത്തിന് പിന്നാലെ പോയതാണ്, അത് സ്വന്തം ഭർത്താവിൻ്റെ. പക്ഷേ അടക്കമെല്ലാം കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ കൈക്ക് പിടിക്കാനായിട്ടൊരു മകനുണ്ട്, അന്തിക്കൂട്ടിനൊരു മോനുണ്ട്. ഇന്നോ ഇവനെ കൂടെ മണ്ണിനടിയിലാക്കിയാൽ എനിക്ക് താങ്ങും തണലും എനിക്ക് അന്തിക്കൂട്ടിനും ആരാണുള്ളത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാഴ്ച യേശു കാണുകയാണ്. നന്ദിയോടെ സ്തോത്രം. യേശുവിൻ്റെ കണ്ണ് വേദന എവിടെയുണ്ടോ അവിടെ ഓടിച്ചെന്ന് പതിക്കും. ഹല്ലേലൂയ. എൻ്റെ യേശുവിൻ്റെ മനസ്സലിവിൻ്റെ രുചി അനുഭവിച്ചിട്ടാണ് പാവപ്പെട്ട അടിയനെന്ന് പറയുന്നത്. എന്നെ കാണുന്ന 2 കണ്ണുകളുണ്ടല്ലോ, എന്നോട് മനസ്സലിയുന്ന 2 കണ്ണുകളുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞു. വായിച്ചേ. കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. കരയേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആശ്വാസവാക്കൾ പറയുകയല്ല, കരച്ചിൽ മാറ്റാൻ അധികാരമുള്ളവൻ ഒരു വാക്ക് പറഞ്ഞു, കരയേണ്ട. അടുത്ത വാക്ക്, അവൻ അടുത്തിയെന്ന് മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നുവെന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. യേശു തൊട്ടാൽ മരണം ജീവനായി മാറും. ദൈവത്തിന് സ്തോത്രം. യേശു തൊട്ടാൽ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. യേശു നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. അവൻ എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്? അവൻ ജീവനില്ലാത്തവർക്ക് ജീവനും ജീവനുള്ളവർക്ക് സമൃദ്ധിയായ ജീവനും പകർന്നവരാണ് വന്നത്. ഹല്ലേലൂയ. ഇന്ന് പാപത്തിന്റെ ശമ്പളമായ മരണം രുചി നോക്കി ആത്മാവിൽ മരിച്ചു കിടക്കുന്നവരാരെല്ലാം ഉണ്ട്. നന്ദിയോടെ സ്തോത്രം. ജീവൻ ഒഴുകി വരികയാണ്. എൻ്റെ ദൈവമേ, അത്ഭുതം നടക്കണമേ. ഹല്ലേലൂയ. യേശു വന്നിരിക്കുന്ന രംഗത്ത് എനിക്ക് വരാനായിട്ട് സാധിച്ചല്ലോ. ദൈവത്തിന് നൈലിലെ വിധവയുടെ മകനെ ജീവൻ കൊടുത്ത് ഉയർത്തെന്നേൽപ്പിച്ച കർത്താവായ യേശു ക്രിസ്തു, നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, അസ്ഥികളുടെ താഴ്വരയിൽ വീശിയതായ ആ ശക്തിയുള്ളതായിരിക്കുന്ന കാറ്റ്, ജീവന്റെ കാറ്റ് ഇന്ന് നമ്മുടെ മധ്യത്തിലും വീശട്ടെ. യേശു കാൽവരി ജീവരക്തം മൂറ്റി തന്നു. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവരക്തം വാർന്നൊലിക്കുന്ന ഉറവയുടെ അടുക്കിലേക്ക്, കുരിശിൻചോട്ടിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുരിശിൽ നിൽക്കുന്നതുകൊണ്ട് യേശുവിൻ്റെ കണ്ണ് തുറന്ന് എന്നെ നോക്കുന്നുണ്ട്. കർത്താവേ, ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഞാൻ പാപത്താൽ മരിച്ച് ആത്മാവിൽ ജീവൻ നഷ്ടപ്പെട്ടവനായി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. കണ്ണ് നഷ്ടപ്പെട്ടവനായി വന്നിരിക്കുന്നു, കുരുടനായി വന്നിരിക്കുന്നു, കുഷ്ഠരോഗിയായി വന്നിരിക്കുന്നു, കൂന് ബാധിച്ചവനായി വന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന് പരിഹാരം കാൽവറിയിൽ ഒഴുകി വരുന്നതായ ആ ജീവൻ മാത്രമേ ഉള്ളൂ. നിന്റെ തങ്കച്ച ഞങ്ങളെ ഒന്ന് തൊടിയിക്കണമേ. ഹരിമനാഥന്റെ ജീവരക്തമാർന്നു നിൽക്കുന്ന കാര്യം ഞങ്ങളുടെ തലമേലൊന്ന് വെക്കണമേ. ഹരിമനാഥന്റെ കുരിശടയാളം, ആ രക്തത്തിന്റെ കുരിശടയാളം ഞങ്ങൾ നെറ്റിമേലൊന്ന് ഇടണമേ. ഇതൊരു പുതിയ അധ്യായം തുടങ്ങണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരച്ചിലിൻ്റെ ഭവനം സന്തോഷത്തിൻ്റെ ഭവനമായി മാറിയതുപോലെ സ്വർഗ വീട്ടിൽ സന്തോഷത്തിൻ്റെ മണവറയിൽ നിത്യത കഴിപ്പാൻ തൊക്കെ ഞങ്ങളെ ഒരുക്കണമേ. മഹത്വം തിരുവേനി മാത്രം എടുക്കണമേ. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ടുത്തരമല്ലുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ.